ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു അടിപൊളി കളിയുടെ കഥയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കഥ മുഴുവനായി തന്നെ കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടെ നിന്ന് ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ. എൻ്റെ പേര് അമ്പാടി, വയസ്സ് 20. അതിൻ്റെ ചുറുചുറുക്കും കാര്യങ്ങളും ഒന്നുമില്ല, എന്നാലും ജീവിച്ചു പോകണം. അധികം ഫ്രണ്ട്സും കൂട്ടുകെട്ടും ഒന്നുമില്ലാതെ കറുത്തൊരു അന്തരീക്ഷം പോലെ മനസ്സ് കിടക്കുന്നു. ചെറുപ്പത്തിൽ ബുദ്ധി വളർച്ച കുറവുണ്ടെന്ന് പറഞ്ഞ് പലരും കളിയാക്കിയിട്ടുണ്ട്. പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ പുറത്ത് കാണിക്കാറില്ലായിരുന്നു. എനിക്കെല്ലാവരോടും സ്നേഹമുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ കാണുന്നവരാണെങ്കിലും മിണ്ടും, അത്ര തന്നെ. എനിക്കാകെയുള്ളത് അമ്മ മാത്രമാണ്. അമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. അമ്മയ്ക്കും അങ്ങനെ തന്നെ. അച്ഛൻ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നെയും അമ്മയും ഉപേക്ഷിച്ചു പോയി എവിടെയോ ജീവിക്കുന്നുണ്ടാവും. അത് ഓർക്കാൻ എനിക്കിഷ്ടമല്ല. എന്നെപ്പറ്റി പറഞ്ഞാൽ പൊക്കം കുറവാണ്, കറുത്തിട്ടാണ്, കണ്ടാൽ 20 വയസ്സ് തോന്നില്ല. ഞാനിപ്പോൾ പെയിൻറ്റിങ് പണിക്ക് പോകുന്നുണ്ട്. എൻ്റെ സ്ഥലം മലയോര പ്രദേശമായതുകൊണ്ട് മഴയും കാറ്റുമാണ് എപ്പോഴും. അമ്മയെപ്പറ്റി പറഞ്ഞാൽ 39 വയസ്സ് കഴിഞ്ഞു നിൽക്കുന്നു. അമ്മയെ കണ്ടാൽ അത്ര തോന്നില്ല. അധികം വണ്ണമില്ലെങ്കിലും വെളുത്തിട്ടാണ്. കാണാനും കുഴപ്പമില്ല. ഞങ്ങൾ താമസിക്കുന്നത് ഒരു ഓലമേഞ്ഞ വീട്ടിലാണ്. ഒരു മുറിയും ഒരടുക്കളയും ഒരു കുഞ്ഞു ഹോളും അത്രയും ഉള്ളൂ. പക്ഷേ കുറേ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ അധികം സ്ഥലമില്ല. ഉള്ള മുറിയിൽ ഒരു കട്ടിലുണ്ട്, അതിൽ ഞാൻ കിടക്കും. അമ്മ ഹോളിൽ പായ വിരിച്ച്. അമ്മയ്ക്ക് അതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് എന്നെ അവിടെ കിടത്തും. ആകെ 3 സെൻറ്റ് സ്ഥലമാണുള്ളത്. അമ്മയ്ക്കൊരു കമ്പനിയിൽ ജോലിയുണ്ട്. ഞങ്ങളുടെ കൊച്ചു വരുമാനത്തിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. വീട്ടിൽ എനിക്ക് മാത്രമേ ഫോണുള്ളൂ. കറണ്ടില്ലാത്ത വീടാണ്. മെഴുകുതിരി വിളക്ക് കത്തിച്ച് വെച്ചാണ് ഞങ്ങൾ കിടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഫോണിൽ ചാർജ് ചെയ്യാൻ ജോലിക്ക് പോകുമ്പോൾ ഞാൻ അവിടെ കുത്തിയിടും. അവിടെയല്ലേ അടുത്ത വീട്ടിലോ മറ്റോ. ഒരു വീട്ടിൽ ജോലിക്ക് പോയപ്പോൾ അവിടുത്തെ ചേട്ടൻ എനിക്കൊരു പവർ ബാങ്ക് എന്നൊരു സാധനം തന്നു. അതിൽ ചാർജ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ അതിൻ്റെ കണക്ടറൊക്കെ മേടിച്ച് ഞാൻ ഉപയോഗിച്ചു പോന്നു. അപ്പോഴാണ് മഴ ശക്തമാവാൻ തുടങ്ങിയത്. ഓലയൊക്കെ കയറി തുടങ്ങി. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കാറ്റ് പിടിക്കുമെന്ന് അമ്മ പറഞ്ഞു. ഞാനും അമ്മയും ഈ കാര്യം അവിടുത്തെ മെമ്പറെ ധരിപ്പിച്ചു. അയാൾ പരിഹാരമുണ്ടാക്കാമെന്ന് കുറേയായി പറയുന്നു. ഒരു സഹായം കിട്ടാതെ വന്നപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ഫോണിലൂടെ ഒരു റീലിട്ടു, സഹായം പോലെ അഭ്യർത്ഥിച്ച്. ഒരുപാട് പേര് കണ്ടെങ്കിലും ആരും സഹായത്തിന് വന്നില്ല. എല്ലാവരും ദൈവം രക്ഷിക്കുമെന്ന് പറഞ്ഞതല്ലാതെ ഇവർക്കും നാളെ എന്തെങ്കിലും വന്നു പോയാൽ മറ്റുള്ളവരും ഇവരോട് അത് തന്നെയല്ലേ പറയുക എന്ന ചിന്തയില്ല. അതുകൊണ്ട് ഞാനത് കാര്യമാക്കിയില്ല. അപ്പോഴാണ് ഒരു വീട് പണിത് കൊടുക്കുന്ന ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്നേ. പൈസ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ കുഴപ്പമില്ല, നിങ്ങൾ കയ്യിലുള്ളതുപോലെ സഹായിച്ചാൽ മതിയെന്ന് പറഞ്ഞു. എന്നെ സമാധാനിപ്പിച്ചു. ഒരു ദിവസം അയാൾ വീട്ടിൽ ഞങ്ങളെ കാണാനും വന്നു. അങ്ങനെ ഞങ്ങളുടെ സ്ഥലമെല്ലാം കണ്ട് ബോധ്യപ്പെട്ട ശേഷം വീട് വെച്ച് തരാം. ചെറിയൊരു സ്ഥലമായതുകൊണ്ട് അധികം സൗകര്യങ്ങളുണ്ടാവില്ല, എന്നാലും നിങ്ങൾ 2 ആൾക്കും സുഖമായി കഴിയാൻ പറ്റും എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ കാര്യം അയാൾ ഏറ്റെടുത്തു നടത്തി. 4 പണിക്കാരുണ്ടായിരുന്നു. 4 മലയാളികളും 2 ബംഗാളികളും. മലയാളികൾക്ക് കുറച്ച് ദൂരമുണ്ട് അവരുടെ വീട്ടിലോട്ട്. എന്നാലും അവർ പോയി വരാമെന്ന് പറഞ്ഞു. പക്ഷേ ബംഗാളികൾ ദൂരമായതുകൊണ്ട് അവർക്ക് പോയി വരാൻ കഴിയില്ല. തൽക്കാലം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് കോൺട്രാക്ടർ ചോദിച്ചു. അമ്മയാണെങ്കിൽ സമ്മതിച്ചു. നമുക്ക് വേണ്ടിയല്ലേ, അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പണി തുടങ്ങിയപ്പോൾ ആകെ പെട്ടു. ഞാൻ കിടക്കുന്ന മുറിയിൽ അധികം തണുപ്പടിക്കാത്തത് കൊണ്ട് സാധനങ്ങളൊക്കെ അവിടെ വെക്കാനാണ് വിചാരിച്ചത്. പിന്നെ കട്ടിലും സാധനങ്ങളൊക്കെ ആയപ്പോൾ ആ മുറിയിൽ കഷ്ടിയിടമുള്ളൂ. ഞാൻ അമ്മയോട് അതിൽ കിടന്നു. ബംഗാളികളെ തൽക്കാലം ഹോളിൽ കിടത്താമെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ട പായയും കൊടുത്ത് അവരെ അതിൽ കിടന്നോളുമെന്ന് പറഞ്ഞു. അടുക്കളയിൽ വെള്ളം വീഴുന്നതുകൊണ്ട് അടുപ്പൊക്കെ പൊക്കി വെച്ചിരിക്കുന്നതാണ്. നിലത്ത് കിടന്നാൽ വെള്ളത്തിൽ കിടക്കുന്നത് പോലെ ആവും. അമ്മയോട് എൻ്റെ കൂടെ കിടന്നോളം പറഞ്ഞെങ്കിലും സാരമില്ല, ഒരാൾക്ക് കിടക്കാനല്ലേ പറ്റൂ എന്ന് പറഞ്ഞു ഹോളിൻ്റെ ഒരു മൂലയുടെ സൈഡിലായി അമ്മ കിടക്കാൻ തീരുമാനിച്ചു. അവർക്ക് വെട്ടത്തിനും മൊബൈൽ ചാർജ് ചെയ്യാനും ഒരു ബാറ്ററി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഞങ്ങളും ആ വെട്ടം ഉപയോഗിച്ചു. അങ്ങനെ ആദ്യത്തെ ദിവസം അമ്മയും ഞാനും ജോലിക്ക് പോയില്ല. 2ാമത്തെ ദിവസം മുതൽ ജോലിക്കിറങ്ങി. ഞങ്ങളുടെ പണിയൊക്കെ കോൺട്രാക്ടർ നോക്കി ചെയ്യുന്നുണ്ട്. ഒരു മുതലാളിയാണ് ഏൽപ്പിച്ചത്. ഞങ്ങൾ വൈകിട്ട് വരുമ്പോഴേക്കും അവർ പണി കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. ബംഗാളികൾക്കുള്ള ഫുഡ് കൂടി ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. വൈകിട്ട് അവരുടെ ബീഡി വലിയൊക്കെയാണ് പിടിക്കാത്തത് എനിക്ക്. 2ാം നാൾ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അവർ പോയി. ബംഗാളികളാണെങ്കിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ കുറച്ച് തടിയുണ്ട്, ഒരാൾ മെലിഞ്ഞിട്ടാണ്. 2 ആൾക്കും അധികം പ്രായമില്ല. കല്യാണം കഴിഞ്ഞതാണ്. മലയാളമൊക്കെ അറിയാം അവർക്ക്. അങ്ങനെ അവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് പണിയൊക്കെ നോക്കിക്കണ്ടു. പിന്നെ ബാക്കി ജോലികളൊക്കെ തീർത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അന്നാണെങ്കിൽ നല്ല കോരിച്ചൊരിയുന്ന മഴയും.
അങ്ങനെ ഞങ്ങൾ കിടക്കാൻ നേരം കുറച്ചു നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കയ്യിലുണ്ടായിരുന്ന ബീഡി എടുത്ത് വലിച്ചു കിടന്നു. ആ ബീഡിക്കാണ് ഒരു വല്ലാത്ത മണമാണ്. ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ കുറച്ചൊക്കെ നമ്മളും കണ്ടില്ലെന്ന് വെക്കണം, അവർ സഹായിച്ചത് കൊണ്ടല്ലേ ഒരു വീട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ രാത്രി സമയം ഏതാണ്ട് 12 മണി കഴിഞ്ഞ് കാണും. ഒരു മൂളിച്ച പോലെ എനിക്ക് തോന്നി. ഞാൻ ഉണർന്നു. മഴയായതുകൊണ്ട് ചീവിട് വെള്ളമാവുമെന്ന് ഞാൻ ആദ്യം കരുതിയത്. ഞാൻ പിന്നെ കിടന്നു. വീണ്ടും ആ സൗണ്ട് വരാൻ തുടങ്ങി. ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പയ്യെ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ഫോണിൽ ടോർച്ച് അടിച്ച് നോക്കി. 2 ബംഗാളികളും കിടക്കുന്നുണ്ട്. മുറിയിലെ ഒരു സൈഡിൽ അമ്മയും കിടക്കുന്നുണ്ട്. പക്ഷേ അമ്മയുടെ കിടപ്പ് കണ്ടിട്ട് എനിക്കത്ര പന്തി തോന്നിയില്ല. ഞാൻ പിന്നെ ടോർച്ച് ഓഫാക്കി വീണ്ടും പോയി കിടന്നു. ഞാൻ കിടന്ന് കുറച്ച് സമയമായി കാണും. വീണ്ടും മൂളലും കുറുകലും. ഞാൻ പയ്യെ ഫോണിൻ്റെ സ്ക്രീൻ ഓൺ ചെയ്ത് അടിച്ച് നേരെ കാണിച്ചപ്പോഴാണ് മുട്ട് വരെ പൊക്കി വെച്ചിരിക്കുന്നു. അമ്മ നന്നായി മൂളുന്നുമുണ്ട്. ഞാൻ എഴുന്നേറ്റ് പോയാലോ എന്ന് കരുതി ഒന്ന് ചെന്ന് നോക്കാൻ മനസ്സ് വെമ്പിച്ചു. ഞാൻ കട്ടിൽ നിന്നും ഇറങ്ങിച്ചെന്നു. പക്ഷേ അപ്പോഴേക്കും അവിടെ ചെന്നപ്പോൾ അമ്മ സാധാരണ പോലെ കിടക്കുന്നുണ്ട്. ബംഗാളി 2 ആൾക്കാരും ഉറക്കം. എനിക്കാണെങ്കിൽ സംശയമാണോ തോന്നിയതാണോ എന്നറിയാതെ ഞാൻ വീണ്ടും പോയി കിടന്നു. കുറച്ച് കഴിഞ്ഞ് സൗണ്ട് നന്നായി വരുന്നുണ്ട്. ഇനി എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച് ഞാനൊന്ന് കുളിക്കാൻ തുടങ്ങി. അപ്പോഴും സൗണ്ട് കൂടി വരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെ സൗണ്ടൊന്നും കേട്ടില്ല. ഞാൻ പതിയെ കിടന്ന് ഉറങ്ങി. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ബംഗാളികൾ പണിസാധനമൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അമ്മ അവിടെ അവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കുകയാണ്. ഞാൻ ജോലിക്ക് പോയി. അമ്മയും അത് കഴിഞ്ഞ് പോയി കാണും. അമ്മയ്ക്ക് കമ്പനി അടുത്തായതുകൊണ്ട് പയ്യെ പോയാൽ മതി. പണിയൊക്കെ ഏകദേശം നന്നായി നടക്കുന്നുണ്ട്. 2 മുറിയും അടുക്കള, ഹോൾ, സിറ്റ് ഔട്ട് ഇത്രയുമാണ് ചെയ്യുന്നത്. കോൺട്രാക്ടർ വരുമ്പോഴൊക്കെ അയാളുടെ നന്ദി പറയാറുമുണ്ട്. അതുപോലെ ആഴ്ചയിൽ 1000 അല്ലെങ്കിൽ 2000 വെച്ച് കൊടുത്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാത്രി ഞാൻ അമ്മയോട് പറഞ്ഞു, ഇവിടെ കിടന്നോ അമ്മേ, അവർ ബംഗാളികളല്ലേ, വൃത്തിയില്ലാത്തവരും എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെ ഞാൻ പറഞ്ഞു. കിടക്കാൻ വേറെ സ്ഥലം വേണ്ടേ, പിന്നെ അടുക്കളയിലാണെങ്കിൽ ചോർച്ചയും, വേറെ എന്ത് ചെയ്യാനാ, സഹകരിക്കുകയല്ലാതെ അമ്മ എന്നോട് പറഞ്ഞു. അന്നും കിടന്നുറങ്ങി. പതിവ് പോലെ സൗണ്ട് വന്നു. ഞാൻ ഹെഡ്സെറ്റ് വെച്ച് പടം കണ്ട് കിടന്നു. കുറച്ച് കഴിഞ്ഞ് നല്ല ക്ഷീണം, കുറച്ച് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു. ഉറക്കച്ചടവോടെ ഞാൻ എഴുന്നേറ്റു പയ്യെ നടന്നു. അടുക്കളയിൽ പോയി വെള്ളം എടുത്ത് കുടിച്ചു. നടന്ന് മുറിയിൽ വാതിക്കലെത്തിയപ്പോഴാണ് അവിടെ ആരുമില്ല. അമ്മ എവിടെ പോയി? ഞാൻ നോക്കുമ്പോൾ പുതപ്പ് പുതച്ച് ബംഗാളികൾ കിടക്കുന്നുണ്ട്. ബാത്റൂമിൽ വെള്ളം പോയതായിരിക്കുമെന്ന് കരുതി ഞാൻ തിരിഞ്ഞപ്പോഴാണ് പുതപ്പിനടിയിൽ നിന്ന് ഒരു കൈ പൊങ്ങി വരുന്നത്. നോക്കുമ്പോൾ മുടിയൊക്കെ അഴിച്ചിട്ട് കിടക്കുന്നത് പോലെയുണ്ട്. ഇനി ഇവരെങ്ങാനും അമ്മയുടെ അടുത്ത് കിടന്നതാവുമോ? ഞാൻ അടുത്തേക്ക് ചെന്ന് ആ പുതപ്പ് വലിച്ചു നോക്കി. ഫോണിലെ വെട്ടം കാണിച്ച് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ കണ്ണുകൾ 3 പേരുടെ നേരെയായിരുന്നു. 3 പേരും ആ പുതപ്പിനടിയിൽ കിടക്കുന്നു. അമ്മയുടെ 2 കൈകളിലും ആ നേന്ത്രപ്പഴങ്ങൾ ഒതുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. നാളെ നേരം വിളിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാമെന്ന് കരുതി ഞാൻ പോയി കിടന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ അമ്മയ്ക്കൊരു ഭാവവ്യത്യാസവുമില്ല. കോൺട്രാക്ടർ രാവിലെ വന്നു. ഞാൻ അയാളോട് സംസാരിക്കാൻ അടുത്തേക്ക് പോയി. ഞാൻ അയാളോട് പറഞ്ഞു, ആ ബംഗാളികളെ ഇവിടെ നിന്ന് ഒന്ന് മാറ്റി തരാമോ എന്ന്. കോൺട്രാക്ടർ അപ്പോൾ എന്നോട് ചോദിച്ചു, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ അവരിന്നലെ, ഞാൻ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അമ്മ ചാടി വീണു. അയ്യോ സാറേ, ഒന്നും തോന്നല്ലേ, അവർ വീടി വലിക്കുന്നത് ഇവന് ഇഷ്ടമല്ല. അതല്ല ഞാൻ പറയാൻ വന്നത്. ഞാൻ പറയാൻ വന്നപ്പോഴേക്കും അമ്മ വീണ്ടും, അല്ല സാറേ, അത് തന്നെയാണ്, അവന് ഇവരിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. അത് സാരമില്ല, സാറ് പൊക്കോ, ഞാൻ നോക്കിക്കോളാം. അമ്മ അത് പറഞ്ഞപ്പോഴേക്കും അയാൾ പണിയും നോക്കി പണിക്കാരെയും വിളിച്ചിട്ട് കാറിൽ കയറ്റിപ്പോയി. അമ്മ എന്ത് പണിയാ കാണിച്ച്? ഇവരിവിടെ താമസിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് ദേഷ്യത്തോടെ അമ്മയോട് പറഞ്ഞു. ഉള്ളത് കൂടി നശിപ്പിക്കാനാണോ എൻ്റെ തീരുമാനം? തൽക്കാലം തീരുന്നവരെ ഒന്നും മിണ്ടാതിരിക്കുക. അമ്മ അതും പറഞ്ഞു പോയി. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഞാൻ എൻ്റെ ജോലിക്ക് പോയി. അങ്ങനെ രാത്രിയായപ്പോൾ ഇത് തന്നെ പരിപാടി. ഞാൻ നോക്കുമ്പോൾ അമ്മ കിടക്കുന്നിടത്ത് ആരും കാണില്ല. പിന്നെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ബംഗാളികളുടെ നടുക്കായിരിക്കും. ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടാവും. ഇരുട്ടിൽ കാണാൻ പറ്റില്ല, പക്ഷെ കളിയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല ശബ്ദമാണ്. ഞാൻ പിന്നെ അധികം ശ്രദ്ധിക്കാൻ പോയില്ല, പോയി കിടന്നു. എങ്ങനെയെങ്കിലും ഈ പണിയൊന്ന് തീർന്നാൽ മതിയായിരുന്നു. പിറ്റേന്ന് രാവിലെ അമ്മ എന്നോട്, എടാ ഇന്നെനിക്ക് വയ്യ, മേലേക്ക് നല്ല വേദനയാണ്, ആഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നീ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുമോ? ഹോസ്പിറ്റലിലൊന്നും പോകണ്ട, ഒന്ന് കിടന്നാൽ മതി. ഞാനൊന്നും പറയാതെ ജോലിക്ക് പോയി.
അന്നാണെങ്കിൽ പണിക്കാരും വരില്ല എന്ന് കോൺട്രാക്ടർ വിളിച്ച് പറഞ്ഞിരുന്നു. നാളെ വരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായി. അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, സുഖമില്ലാതെ ഇരിക്കുമല്ലേ, പിന്നെ അവന്മാരും അവിടെ ഉണ്ടല്ലോ എന്ന പേടി. ഞാൻ വേഗം ഒന്ന് വൈകിട്ടായാൽ മതിയെന്ന് വിചാരിച്ച് ജോലി വേഗം തീർത്തു. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ രണ്ടാളും അവിടെയില്ല. ഞാൻ അകത്ത് കയറി, അവിടെയും കാണുന്നില്ല. ഞാൻ കിടക്കുന്നിടത്ത് ചെന്നപ്പോൾ എൻ്റെ കട്ടിൽ മറ്റാരോ ഇരിക്കുന്നുണ്ട്. പുതപ്പ് പുതച്ച് കിടക്കുവാണ്. ഞാൻ പുതപ്പിൽ പിടിച്ച് വലിച്ചു. പെട്ടെന്ന് അമ്മ ചാടി പുതപ്പിൽ പിടിച്ച് വലിച്ചു ഒന്നുകൂടെ മൂടി. എനിക്ക് മനസ്സിലായി അമ്മ എങ്ങനെയാണ് കിടക്കുന്നതെന്ന്. തീരെ വയ്യടാ, ഞാനൊന്ന് കിടക്കട്ടെ, നീയൊന്ന് പോയേ, അമ്മ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി പകലും അവരുടെ പരിപാടി എന്താണെന്ന്. ഞാൻ പോയി കുളിച്ച് പുറത്തു പോയി കഴിക്കാനുള്ളത് മേടിച്ചുകൊണ്ട് വന്നു. അന്ന് രാത്രി അമ്മ അവിടെയാണ് കിടന്നത്, ഞാൻ അവരുടെ സൈഡിലും. 2 ദിവസം അമ്മയ്ക്ക് വയ്യായിരുന്നത് കൊണ്ട് തന്നെ ശല്യം ഉണ്ടായില്ല. 2 ദിവസം കൂടി കഴിഞ്ഞാൽ വാർക്ക വരെ എത്തും. പിന്നെ ബാക്കിയുള്ള പണി താമസമുണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ വാർക്കുന്ന ദിവസം കോൺട്രാക്ടർ കുപ്പി കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു, അവരുടെ ഒരു സന്തോഷത്തിന്. കൂടാതെ ഫുഡും ഞങ്ങൾ വഹിച്ചു. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും വാർക്ക കഴിഞ്ഞു. പണിക്കാരൊക്കെ പോയി. ബംഗാളികളാണെങ്കിൽ അവർ കുളിച്ച് റെഡിയായി നിൽക്കുന്നു. ഇനിയുള്ള പണികൾക്ക് താമസമുള്ളതുകൊണ്ട് അവർ പോകാൻ വേണ്ടി റെഡിയായി. പക്ഷെ കോൺട്രാക്ടർ വിളിച്ച് പറഞ്ഞു അവരോട് ഇന്നും കൂടി അവിടെ നിൽക്കാൻ, അയാൾക്കിന്ന് ഇവിടേക്ക് വരാൻ കഴിയില്ല എന്ന്. അവർ സമ്മതിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. സന്ധ്യ ആയപ്പോൾ അമ്മ വന്നു. അമ്മയുടെ മുഖത്ത് വാർക്ക കഴിഞ്ഞതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ആയപ്പോൾ ഞാൻ കിടക്കാൻ തുടങ്ങി. മഴയായതുകൊണ്ട് അമ്മയുടെ തുണികളൊന്നും ഉണങ്ങിയിട്ടില്ല, ഇടാനൊന്നുമില്ലെന്ന് പറഞ്ഞു. ഒരു മുണ്ടും ബ്ലൗസും ഇട്ടാണ് അമ്മ ജോലി ചെയ്തതൊക്കെ. ഭക്ഷണമൊക്കെ വിളമ്പുമ്പോൾ അവരുടെ നോട്ടം അമ്മയിലേക്ക് തന്നെയായിരുന്നു. പക്ഷെ ഞാനധികം ശ്രദ്ധ കൊടുത്തില്ല. കാരണം ഇന്നും കൂടിയല്ലേ ഉള്ളൂ, ശല്യങ്ങൾ പോവുമല്ലോ എന്ന് ഞാൻ മനസ്സിൽ കരുതി. അങ്ങനെ സമയം 12 മണിയായി. ഞാൻ കട്ടിലിൽ കിടക്കുമ്പോൾ എന്നും ഉണ്ടാവുന്നത് പോലെ സൗണ്ട് ഇന്നും കേട്ടു. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, എങ്ങനെയെങ്കിലും ഇത് നിർത്തണം എന്ന് കരുതി ഞാൻ ചാടി എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് പോയി. അവരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ സൗണ്ട് കൂടി വരുന്നുണ്ട്. ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ലൊരു പരിപാടിയാണ് അവിടെ നടക്കുന്നതെന്ന്. ഞാൻ വേഗം പോയി അവിടെ മറഞ്ഞു നിന്നു. അന്നത്തെ പോലെ അല്ലായിരുന്നു ഇപ്രാവശ്യം. ഒരു പുതപ്പിൻ്റെ മറ പോലും അവർക്കുണ്ടായിരുന്നില്ല. ആ രംഗം കണ്ട് എൻ്റെ കണ്ണുകൾ അടയാതെ മിഴിച്ചു നിന്നു. ആ മുഴുത്ത കുമ്പളങ്ങയിലും ആ താമരമുട്ടിലും അവർ നന്നായി മാറി മാറി കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ നിമിഷം ഞാൻ അമ്മയുടെ കണ്ണുകളിലേക്ക് ശ്രദ്ധിച്ചു. ആ കണ്ണിൽ കാണാമായിരുന്നു സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും തുടിപ്പുകൾ. എല്ലാത്തിനും അവരുടെ കൂടെ ചേർന്ന് അമ്മ ആ നിമിഷം നന്നായി ആറാടുന്നുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് പോലും ഇടവിടാതെ അവരത് തുടർന്നുകൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ ആളും തലപൊക്കി എഴുന്നേറ്റു. എൻ്റെ മനസ്സും അതിനുവേണ്ടി ആഗ്രഹിക്കാൻ തുടങ്ങി. സ്വന്തങ്ങളും ബന്ധങ്ങളുമെല്ലാം മാറ്റിവെക്കേണ്ട അവസ്ഥയായിരുന്നു പിന്നെ എൻ്റെ ഉള്ളിൽ. ഇത്രയും അഴകുള്ള ഒരു ശില്പമായിരുന്നു എൻ്റെ അമ്മയെന്ന് വരെ ഞാൻ ചിന്തിച്ചുപോയി. അച്ഛനില്ലാതെ ഇത്രയും കാലം അമ്മ പിടിച്ചു നിന്നല്ലോ, അത് തന്നെ വലിയ കാര്യമെന്ന് എനിക്കപ്പോൾ തോന്നി. പിന്നെ അമ്മയും കുറ്റം പറയാൻ പറ്റില്ല, ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉള്ളതല്ലേ. എന്തായാലും അമ്മ അതിനെ തിരഞ്ഞെടുത്ത ആളുകൾ കൊള്ളാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് നിർത്തുന്നതല്ലായിരുന്നു അവരുടെ പ്രകടനം. ആ കുലച്ച നേന്ത്രപ്പഴങ്ങൾ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. വെറുതെ അല്ല ഇത്ര ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നത്. അവരുടെ ആ പരാക്രമങ്ങൾക്കിടയിൽ ആ പെൺകുടങ്ങൾ താളം പിടിക്കുന്നത് എനിക്ക് പിന്നെ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. എല്ലാത്തിനും ഞാൻ എൻ്റെ കണ്ണിനെ സാക്ഷിയാക്കി പതിയെ കുലുക്കാൻ ആരംഭിച്ചു. എന്തായാലും ആ ബംഗാളികൾ ഒരു ഭാഗ്യവന്മാർ തന്നെ. അതിലൊരുത്തൻ ഞാനാണെന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ കണ്ണിലെ വിസ്മയക്കാഴ്ചകൾക്കനുസരിച്ച് എൻ്റെ സ്പീഡ് കൂട്ടി. ആ ഇരുട്ടിൻ്റെ മറവിലും എൻ്റെ കണ്ണുകൾ അത് നന്നായി ഒപ്പിയെടുക്കുന്നുണ്ടായി. എൻ്റെ സ്വന്തം അമ്മയായതുകൊണ്ടാണെന്നറിയില്ല, അവിടെ നടക്കുന്ന ശബ്ദങ്ങൾ കൊണ്ടും കാഴ്ചകൾ കൊണ്ടും എനിക്കത് അടക്കി പിടിക്കാനായില്ല. അവർക്കത്രയും ദീർഘ്യം എനിക്കുണ്ടായില്ല. ആ ഒരു കാഴ്ച പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ നിന്ന് മുഴുവനായും അത് കണ്ടും കേട്ടും ആസ്വദിച്ചു. എന്തായാലും അമ്മ അതൊക്കെ അനുഭവിക്കട്ടെ, അതൊക്കെ അനുഭവിക്കാനുള്ളതല്ലേ. ഇനി അങ്ങോട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിൽ നടക്കാം.